പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഉജാല എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം പഠിച്ചു. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇന്ന് പഠിക്കാം. നോക്കുക. मैं मार्ग से बखूबी परिचित था, अंततः मैं मन पुख्ता करके चल ही पड़ा. चलते चलते जैसे ही मैं स्टेशन की सीमा से बाहर निकला तो यह देखकर दंग रह गया कि सड़क की दोनों तरफ खड़े बिजली के खंभों पर एक भी बल्ब अथवा राड नहीं जल रही है. अंधेरी रात थी और मेरे साथ चलने वाला कोई नहीं था. ऐसी विकट परिस्थिति में निश्चिंत होकर बैठते चले जाना भी सुगम नहीं था. मैं मार्ग से बखूबी परिचित था. ഞാൻ ആ വഴിയൊക്കെ നന്നായിട്ട് പരിചയമുള്ളതായിരുന്നു. എനിക്ക് ആ വഴിയെല്ലാം നല്ല പരിചയമായിരുന്നു. ലേഖൻ പറയാണ്, അന്തതഹ അതുകൊണ്ട് തന്നെ, മേ മൻ പുക്കത്താ കർക്കെ ചൽഹിപ്പട ഞാൻ മനസ്സിന് ബലം കൊടുത്തുകൊണ്ട്, പുക്കത്താ കർണ ബലം കൊടുക്കുക, മനസ്സിനെ ബലപ്പെടുത്തിക്കൊണ്ട് ചൽഹിപ്പട നടക്കുക തന്നെ ചെയ്തു. चलते चलते जैसे ही मैं स्टेशन की सीमा से बाहर निकला तो यह देखकर दंग रह गया कि सड़क की दोनों तरफ खड़े बिजली के खंभों पर एक भी बल्ब अथवा राड नहीं जल रही है. चलते चलते നടന്ന് നടന്ന് ഞാൻ സ്റ്റേഷൻ കി സീമാസെ ബാഹർ നിക്കലാത്തോ സ്റ്റേഷൻ അതിർത്തി വിട്ട് പുറത്ത് കടന്നപ്പോൾ, സീമ അതിർത്തി, സ്റ്റേഷൻ അതിർത്തി വിട്ട് ബാഹർ നിക്കലാത്തോ പുറത്തു കടന്നപ്പോൾ, യഹ് ദേക്കർ ദംഗ് രഹുകയ ഇത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ദംഗ് രഹുകയ അത്ഭുതപ്പെടുക. യഹ് ദേക്കർ മേം ദംഗ് രഹുകയ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കി എന്താണ്? സടക്ക് കി ദോനോം തരഫ് റോഡിൻ്റെ ഇരുവശങ്ങളിലും, തരഫ് വശം, സടക്ക് കി ദോനോം തരഫ് റോഡിൻ്റെ ഇരുവശങ്ങളിലും, ഖടേ ബിജ്ലി കെ ഖംഭോം പർ നിൽക്കുന്ന, റോഡിൻ്റെ ഇരുവശത്തുമായി നിൽക്കുന്ന, ഖടേ ബിജ്ലി കെ ഖംഭോം പർ ആ ഇലക്ട്രിക് ബൾബുകളിൽ, ഏക് ഭി ബൾബ് അഥവാ റാഡ് നഹീം ജൽ രഹി ഹെ ഒരു ബൾബ് പോലും, ഒരു ട്യൂബ് പോലും കത്തുന്നുണ്ടായിരുന്നില്ല. ജൽ നഹീം ജൽ രഹി ഹെ കത്തുന്നുണ്ടായിരുന്നില്ല. അന്ധേരി രാത്ത് ഥി ഓർ മേരെ സാത്ത് ചലനെ വാലാ കോയി നഹീം ഥ കൂരിരുട്ടായി കഴിഞ്ഞിരുന്നു. അന്ധേരി രാത്ത് ഥി കൂരിരുട്ടായി കഴിഞ്ഞിരുന്നു. ഓർ മേരെ സാത്ത് ചലനെ വാലാ കോയി നഹീം ഥ എൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ ആരും തന്നെ, കോയി ഭി നഹീം ഥ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കോയി നഹീം ഥ ആരും ഉണ്ടായിരുന്നില്ല. किसी ऐसी विकट परिस्थिति में निश्चिंत होकर बैठे चले जाना भी सुगम नहीं था. ഐസി വിക്കട്ട് പരിസ്ഥിതി ഇങ്ങനെയുള്ള ആ പ്രതികൂലമായ സാഹചര്യത്തിൽ, വിക്കട്ട് പരിസ്ഥിതി പ്രതികൂലമായ സാഹചര്യം, വിക്കട്ട് പരിസ്ഥിതിയുമേ നിശ്ചിന്ത് ഹോക്കർ യാതൊരു ചിന്തയുമില്ലാതെ, ബെട്ടേ ചലേ ജാനാഫി ഒന്നും ചിന്തിക്കാതെ, ഒന്നും കൂടി ആലോചിക്കാതെ, ബെട്ടേ ചലേ ജാനാഫി മുന്നോട്ട് പോവുക എന്നുള്ളത് സുഗമ നഹീം ഥ എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. വിജനമായ സ്ഥലമാണ്, കൂരിരുട്ടാണ്, അതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാതെ അങ്ങ് പോവുക എന്നുള്ളത് എളുപ്പം അല്ലായിരുന്നു. ബാക്കി ഭാഗം. एक दो वाहन इधर उधर आए गए भी मगर उनकी क्षीण रोशनी में रास्ता तो दूर तक नहीं देखा जा सकता था. एक दो വാഹന ഒന്ന് രണ്ട് വണ്ടികൾ, വാഹനങ്ങൾ, ഇധർ ഉധർ ആയേ ഗയേ ഭി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട്, മഗർ ഉൻകി ക്ഷീണ റോഷ്നിമേ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പോകുന്നത് കൊണ്ട്, ഉൻകി ക്ഷീണ റോഷ്നിമേ രാസ്താത്തോ ദൂർ തക്ക് നഹി ദേക്കാ ജാ സക്താത്ത ഒന്ന് രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, എന്നാൽ ഉൻകി ക്ഷീണ റോഷ്നിമേ അതിൻ്റെ ആ നേരിയ പ്രകാശത്തിൽ, റോഷ്നി പ്രകാശം, ക്ഷീണ റോഷ്നി നേരിയ പ്രകാശത്തിൽ, രാസ്താത്തോ ദൂർ തക്ക് നഹീം ദേക്കാ ജാ സക്താത്ത ആ വഴിയുടെ വളരെ ദൂരം വരെ കാണാൻ സാധിക്കുമായിരുന്നില്ല. ഫിർ സടക്ക് ഭി ടീക്ക് നഹീം ഥി പിന്നെയോ സടക്ക് ഭി റോഡും ടീക്ക് നഹീം ഥി നല്ലതും അല്ലായിരുന്നു. ഉസ്മേ ഭി ജഗ് ജഹ് ഗഡ്ഡേ ഥെ റോഡിലാണെങ്കിൽ ജഗ് ജഗ് ഗഡ്ഡേ ഥെ പലയിടങ്ങളിലായി കുഴിയുണ്ടായിരുന്നു. ജഗ് ജഗ് ഗഡ്ഡേ ഥെ ഗഡ്ഡേ കുഴി, പലയിടങ്ങളിലായിട്ട് കുഴിയുണ്ടായിരുന്നു. ഖൈർ കിസി തരഹ് സാവധാനി സെ ധീമെ ധീമെ ചലത്തെ ഹുയെ മേം ഏക് മോഡ് തക്ക് പഹുഞ്ച് ഹി ഗയ. ഖൈർ എന്നിരുന്നാലും കിസി തരഹ് സാവധാനി സെ
എങ്ങനെയോ പതുക്കെ പതുക്കെ ധീമേ ധീമേ ചലത്തെ ഹുയെ പതുക്കെ സാവധാനത്തിൽ നടന്ന് മേം ഏക്ക് മോഡ് തക്ക് പഹുഞ്ചി ഹീ ഗയ ഞാൻ ഒരു വളവ് വരെ എത്തുക തന്നെ ചെയ്തു. മോഡ് വളവ്. ഞാൻ ആ വളവ് വരെ പതുക്കെ പതുക്കെ നടന്ന് ഒരു വളവ് വരെ എത്തിക്കഴിഞ്ഞിരുന്നു. വഹാം സേ മേരാ രാസ്ത ദൂസരി ഓർ മുട്ടാ था. വഹാം സേ മേരാ രാസ്ത അവിടെ നിന്ന്, മേരാ രാസ്ത എൻ്റെ വഴി, ദൂസരി ഓർ മുട്ടാ था അവിടെ നിന്ന് എനിക്ക് പോകേണ്ട വഴി മറ്റൊരിടത്തേക്ക് തിരിയുന്നുണ്ടായിരുന്നു. तभी मैंने देखा कि थोड़ा सा आगे दो व्यक्ति धीमी गति से एक लालटेन हाथ में लिए आगे बढ़ रहे थे. तभी അപ്പോൾ मैंने देखा कि ഞാൻ കണ്ടു, തോടാസ തൊട്ടല്പം മുന്നിലായിട്ട്, ആകെ ദോ വ്യക്തി എൻ്റെ തൊട്ട് മുന്നിൽ അല്പം മുന്നിലായിട്ട്, ദോ വ്യക്തി രണ്ട് വ്യക്തികൾ, ധീമി ഗതിസെ വളരെ പതുക്കെ, ധീമി ഗതി വളരെ പതുക്കെ, ഗതിസെ ഏക് ലാൾട്ടേൻ ഹാത്തുമേം ലിയെ ഒരു റാന്തൽ വിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ആകെ ബഡ് രഹേത്തെ മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. മുझे उस लालटेन के प्रकाश से मार्ग दिख सकने की संभावना दिखाई पड़ी. मुझे എനിക്ക് ഉസ് ലാൾട്ടേൻ കെ പ്രകാശ് സെ ആ റാന്തൽ വിളക്കിൻ്റെ പ്രകാശം കൊണ്ട് മാർഗ് ദിക്ക് സക്കനേക്ക് സംഭാവന ദിക്കായിപ്പടി ആ വഴി കാണാൻ സാധിച്ചിരുന്നു. മാർഗ് ദിക്ക് സക്കനേക്ക് സംഭാവന ദിക്കായിപ്പടി ആ വഴി കാണാനുള്ള ഒരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. अंधेरी रात में मुझे यह प्रकाश एक ईश्वरी विभूति जैसा जान पड़ा. അന്ധേരി രാത്തുമേ ആ കൂരിരുട്ടിൽ മുച്ചേ എനിക്ക് ഈ പ്രകാശം, ആ കൂരിരുട്ടിൽ കിട്ടിയ ആ പ്രകാശം മുച്ചേ എനിക്ക് ഏക്ക് ഈശ്വരി വിഭൂതി ജൈസ ജാൻപട ഒരു ഈശ്വര അനുഗ്രഹമായിട്ട് അന്നേരം തോന്നിക്കഴിഞ്ഞിരുന്നു. മേം ലബക്ക് കർ ഉൻ ദോനോം കെ നസ്തീക്ക് പഹുഞ്ച് ഗയ ഞാൻ വളരെ വേഗത്തിൽ, ലബക്ക് കർ വളരെ വേഗത്തിൽ, ദോനോം കെ നസ്തീക്ക് പഹുഞ്ച് ഗയ രണ്ടു പേരുടെയും അടുത്ത് എത്തിക്കഴിഞ്ഞു. നസ്ദീക്ക് സമീപത്ത് അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഉൻകെ ഏകദം നികട്ട് ജാക്കർ മേനെ പായാ കി വേ ദോനോം രാഹ്ഗീർ തോ നിപട്ട് അന്ധേ തെ. മേനെ ഉൻകെ ഏകദം നികട്ട് ജാക്കർ ഞാൻ അവരുടെ മുന്നിൽ പെട്ടെന്ന് തന്നെ എത്തി. നികട്ട് സമീപം, ഉൻകെ ഏകദം അവരുടെ അടുത്ത് പെട്ടെന്ന് തന്നെ എത്തി. എന്നിട്ടോ മേനെ പായാക്കി പെട്ടെന്ന് അവരുടെ ആ സമീപത്ത് ഞാൻ വേഗത്തിലെത്തി. എന്നിട്ട് അപ്പോൾ എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, മേനെ പായാക്കി എനിക്ക് മനസ്സിലായി, വേ ദോനോ രണ്ടു പേരും, രാഹ്ഗീർ തോ നിപട്ട് അന്തേത്തെ ഈ രണ്ട് വഴികാട്ടികൾ, രാഹ്ഗീർ വഴികാട്ടികൾ, വേ ദോനോം രാഹ്ഗീർ ആ രണ്ട് വഴികാട്ടികളും, തോ നിപട്ട് അന്ധേത്തെ പൂർണ്ണമായി അന്ധന്മാരായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഉൻകെ ഹാത്ത് മേ ജൽത്തി ലാൾട്ടേൻ ദേഖ് കർ മുझे ഘോര ആശ്ചര്യ ഹുവ. ഉൻകെ ഹാത്ത് മേ അവരുടെ കയ്യിൽ, ജൽത്തി ലാൾട്ടേൻ ദേഖ് കർ കത്തുന്ന റാന്തൽ വിളക്ക് കണ്ടപ്പോൾ, മുझे ഘോര ആശ്ചര്യ ഹുവ എനിക്ക് ഭയങ്കരമായ അത്ഭുതം തോന്നി. കണ്ണ് കാണാൻ വയ്യാത്ത അവരുടെ കയ്യിൽ കത്തുന്ന റാന്തൽ വിളക്ക് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. अपनी जिज्ञासा का दमन नहीं कर पाया तो मैंने पूछा, भाई सूरदास लोगो, आप जो यह जलती लालटेन लेकर रास्ते पर चल रहे हैं, भला इससे आपको क्या लाभ मिल रहा है? അദ്ദേഹം ചോദിക്കുകയാണ്, ഉൻകെ ഹാത്ത് മേ ജൽത്തി ലാൾട്ടേൻ ദേക്കർ മുझे ഘോര ആശ്ചര്യ ഹുവ. അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി എന്ന് പറഞ്ഞല്ലോ. അപ്പിനി ജിജ്ഞാസാക്ക ദമൻ അദ്ദേഹത്തിന് അറിയാനുള്ള ആഗ്രഹം കൂടി വന്നു. കാരണം അവർക്ക് കണ്ണറിയാൻ വയ്യ, എന്നിട്ട് പോലും ഈ ഇരുട്ടത്ത്, പൂർണ്ണമായും കണ്ണറിയാൻ വയ്യ, എന്നിട്ട് പോലും ഈ ഇരുട്ടത്ത് അവർ കത്തുന്ന റാന്തൽ വിളക്ക് കയ്യിൽ പിടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായി. ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം. അപ്പിനി ജിജ്ഞാസാക്ക ദമൻ അദ്ദേഹത്തിന് അറിയാനുള്ള ആ ആഗ്രഹം, ദമൻ നഹീങ്കർപ്പായ അമർത്തുവാനോ അടക്കുവാനോ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചു, പായാത്തോ മേനെ പൂച്ച ഞാൻ ചോദിച്ചു, അദ്ദേഹം ചോദിച്ചു, ഭായി സൂർദാസ് ലോഗോ സഹോദരന്മാരെ, സൂർദാസ് ലോഗോ എന്ന് പറയാൻ കാരണം
ജന്മന അന്ധനാണ് സൂർദാസ് എന്ന് പറയുന്ന പ്രാചീന കവി. ഹിന്ദി സാഹിത്യത്തിലെ പ്രാചീന കവിയാണ് സൂർദാസ്. അദ്ദേഹം ജന്മന അന്ധനാണെന്നാണ് പറയപ്പെടുന്നത്. കണ്ണ് കാണാൻ വയ്യാത്ത ഈ പാവം ജനങ്ങളെ സൂർദാസ് എന്ന് സംബോധന ചെയ്യുകയാണ് ലേഖകൻ. ഭായ് സൂർദാസ് ലോഗോ, आप जो यह जलती लालटेन लेकर रास्ते पर चल रहे हैं, आप जो യഹ് ജൽത്തി, എന്തിനാണ് നിങ്ങൾ ജൽത്തി ലാൾട്ടേൻ ലേക്കർ, ഈ കത്തുന്ന റാന്തൽ വിളക്കുമായിട്ട് രാസ്തേ പർ ചൽ രഹേ ഹേ, ഈ വഴിയിലൂടെ പോകുന്നത്? ഭല ഇസുസെ ആപ്കോ ക്യാ ലാഭ് മിൽ രഹാ ഹേ, ഭല എന്ത് നന്മയാണ്, ഇസുസെ ആപ്കോ ക്യാ ലാഭ് മിൽ രഹാ ഹേ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നന്മയാണ് കിട്ടുന്നത്, എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഈ കത്തുന്ന റാന്തൽ വിളക്കുമായി അന്ധരായ നിങ്ങൾ, അന്ധർ എന്ന് പറയുന്നതിന് പകരം സൂർദാസ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ കത്തുന്ന റാന്തലുമായി ഈ കുഴിയിരുട്ടത്ത് നടക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കുട്ടികളെ, അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം.